ഇവിടെ എത്തിയോ? അന്വേഷിച്ചപ്പോ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. പരിഭ്രമിച്ചു ആസാരം. അച്ഛമ്മയോട് നന്ദി പറയണമല്ലോ എന്ന് തോന്നി. താഴെയുള്ളവർക്കൊക്കെ വിഷിക്കേട്ടം കൊടുക്കണമെന്നാണ് നിയമം. ആനവാല് കെട്ടിച്ച മുതലാണ്. രാപ്പനെയും പേടിയില്ലാതിരിക്കാൻ ചെറുപ്പത്തില് അമ്മ എനിക്ക് ഉണ്ടാക്കിയതാണ്. അപ്പേട്ട എന്താ ഇത്? ഞങ്ങളുടെ ആചാരപ്രകാരം ഇങ്ങനൊരു മോതിരം വാങ്ങിയാൽ കല്യാണം പറഞ്ഞു വെച്ചതുപോലെയാണ്. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ആചാരപ്രകാരം മുറച്ചെറുക്കന്റെ അവകാശം ഉണ്ടല്ലോ എനിക്ക്. എന്റെ അനുഭവം കണ്ടില്ലേ? വീണ്ടും ഒരു അപകടം ഉണ്ടാക്കി വെക്കണം അപ്പേട്ട. കുട്ടികളെ നമ്മൾ ശപിക്കില്ലേ? അപ്പോ എവിടെയുള്ളു? എടി, നിന്റെ ലോകക്കാരുടെ ആട്ടും ചേച്ചൻ കേൾക്കണം ഇവിടുത്തെ ആണുങ്ങള് ഒരു വിശേഷ ദിവസമായിട്ട്. Where's the bloody bitch? Call her. Please come. Sit down, Mr. Bello. I don't care for your bloody hospitality. Where is she? Please listen to me. Don't shout here. Don't play with me. Bessie, come here. Miranda, come with us. We are waiting for you. ബഹളം ഉണ്ടാക്കാതെ വിളിച്ചോണ്ട് പോവും മമ്മി. ഞാൻ പിന്നെ വരാം പ്ലീസ്. ഒരിക്കൽ നിന്റെ പപ്പായ അടുത്തിറക്കിയ സ്ഥലമല്ലേ ഇത്? ഇവിടെ നിനക്കെന്ത് കാര്യം? Bloody aristocrats, stupid old beggars. നീ വരുന്നുണ്ടോ? വരാം മമ്മി, നടക്കും. ഞാൻ വരാം. I promise. Are you coming or not? Yes. Come on. മതിയായി. കൊല്ലം പിറക്കുന്ന ദിവസമായിട്ട് അച്ഛനും കൈനീട്ടം കിട്ടി. നീ കാരണം. തള്ളയുടെ കൂടെ ഇറങ്ങാതെ പിന്നെ ഇവിടെ നിൽക്കുകയാണോ? സങ്കടപ്പെട്ട് പോവല്ലേന്ന് പറഞ്ഞ് ഒരാൾ ഇവിടെ കെഞ്ചില്ല. മതിയായി ഞങ്ങക്ക്. പോകാം. എപ്പോ? സൗകര്യം പോലെ അച്ഛനോട് യാത്ര പറയണം. പിന്നെ അപ്പേട്ടനോട്. അപ്പേട്ടനെ തീരെഴുതി എടുത്ത പോലെ. സംബന്ധം കഴിച്ച് അപ്പൂടെ പ്രതിഷ്ഠിക്കുമെന്നൊരു വിചാരം നിനക്കുണ്ടോ? ഓ, ചെയ്തോട്ടെ. എന്നിട്ട് പണിക്ക് പുറത്ത് വേറെ എവിടെയെങ്കിലും പോവാം. തെണ്ടാം. തെണ്ടിത്തിരിഞ്ഞ് വഴിയാധാരമാവുമെന്ന് അവൻ ആലോചിക്കുന്നില്ല. മാധവേട്ടന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാ. ഭദ്രകാളിയെന്ന് നേരിട്ട് കാണുകയും ചെയ്തല്ലോ. മാധവൻകുട്ടിക്ക് പഠിപ്പുണ്ടായിരുന്നു, ഉദ്യോഗം ഉണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ അതിർത്തി കിടന്ന് ആയുസിനിടയ്ക്ക് പോവാത്ത അപ്പൂനെ നീ കഷ്ടത്തിലാക്കരുത്. ഞങ്ങളുടെ അപേക്ഷയാണ്. ഇവളെ കൊണ്ട് ആകാവുന്നതെല്ലാം ചെയ്തു തരുന്നുണ്ട്. എന്റെ മുഖത്ത് നോക്കാൻ പേടിച്ചിരുന്ന വാസന്തിയെ പറഞ്ഞ് എല്ലാ ധിക്കാരങ്ങളും പഠിപ്പിച്ചു. അത് മനസ്സിലായില്ലേ? ഇനി അപ്പൂനെ ഇളക്കാനുള്ള പുറപ്പാടാണ്. ഞാൻ അപ്പേട്ടനെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. ഞാൻ ധർമാശുപത്രിയില് വെള്ളം കുടിക്കാതെ ചത്തു മാധവൻകുട്ടി. നിന്റെ പപ്പ ഇവളുടെ ആംഗ്ല. ആ ഗതി ഇനി ഇവിടുത്തെ ഒരാളിന് വരുത്തണമെന്ന് മോഹമുണ്ടോ നിനക്ക്? അവൻ വല്ല വെട്ടിത്തങ്ങളും വിചാരിച്ചിട്ടുണ്ടാവും. പാവം ചെറിയ കുട്ടിയുടെ മനസ്സാവന്. അവനെ നശിപ്പിക്കല്ലേ. എന്റെ മൂത്ത മോനെ പോലെ വളർത്തിയതാവനെ. അരുതിക്കാൻ പിന്നെ നിന്റെ തന്ത കേൾക്കട്ടെ. ഇവിടെ എന്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവില്ല. എല്ലാവരെയും പേടിച്ച് നടക്കണല്ലോ ഞാൻ. കുട്ടികളെ വിളിക്ക്. എന്തിനാ കുട്ടികള്? കൊട്ടാരവും പ്രതാപങ്ങളും ഒന്നും ഇല്ലെങ്കിലും എനിക്കൊരു സ്ഥലമുണ്ട്. ഞാൻ അവിടേക്ക് പോവാണ്. നീയും കുട്ടികളും വരുന്നുണ്ടോ? ഞാനും എന്റെ മക്കളും വിലയേറ്റവരായി ഇവിടെ നിൽക്കണോ അതോ പേരക്കുട്ടി മാത്രം കൂടെ മതിയോ എന്ന് നിന്റെ തന്ത ഇന്ന് തീരുമാനിക്കണം. ഇപ്പോ അരുത്, അച്ഛനെ വിഷമിപ്പിക്കരുത്. ഞാൻ പൊയ്ക്കോളാം. നിങ്ങളാരും അല്ലല്ലോ പുറത്തു പോകേണ്ടത്. ഞാൻ പോകാം. രാവിലെ വരെ സമയം തന്നൂടെ? ഞാൻ കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഇനി പോയി കിടക്കും.
വിഷു ന്യൂ ഇയർ അല്ലേ? ഇന്ന് ചെയ്ത പ്രോമിസ് തെറ്റിക്കില്ലല്ലോ അനിൽ? തെറ്റില്ല. തെറ്റിയാ നീ അറിയിക്കണം. ഇറ്റ്സ് എ പ്രോമിസ്. നോ മോർ ഗ്രാസ്. നാളെ എപ്പോഴാ പോണ്ടത്? സമയം നിശ്ചയിച്ചിട്ടില്ല. എല്ലാ വിവരത്തിനും ഞാൻ എഴുതാം ഇടയ്ക്ക്. ഫ്രണ്ടിനോട് അന്വേഷണം പ്രത്യേകിച്ച് പറയണം. അപ്പോഴേതായാലും വരണം. മറ്റാരും കൂടിയിട്ടില്ലെങ്കിലും എനിക്കൊന്നുമില്ല. നിരാണ്ട വരണം. സ്റ്റേഷൻ വരെ ഞാനും വരുന്നുണ്ട് കാലത്ത്. അവിടെ പോയാൽ പറയൂ, എന്തോ വിഷമമുണ്ട് അല്ലേ? ഒന്നുമില്ല. എനിക്കിതൊന്നും അത്ര പിടിക്കണില്ല. അയാളുടെ വരവും സംസാരവും. എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാൻ കൂടെ വരാം. കാവൽക്കാരനായോ തുണക്കാരനായോ എങ്ങനെ വേണേലും വരാം. പറഞ്ഞോളൂ. മീരയ്ക്കൊരു വിഷമം ഉണ്ടാവരുത് എവിടെ ആയാലും. ഇല്ല, ഒരു വിഷമവും വരില്ല, ഉറപ്പ്. അത് മതി. അതറിഞ്ഞ സമാധാനമാണ് എനിക്ക്. പോയാലും പിന്നെ വരില്ലേ? വരണം. ഞങ്ങളൊക്കെ കാത്തിരിക്കും.